Okay, this is Motorola Edge 40 Neo എന്ന് പറയുന്ന പുതിയ മോഡൽ. ഇതിന്റെ 12GB വേരിയന്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 23999 രൂപയാണ്. ഇതിന്റെ 8GB വേരിയന്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 20000 രൂപയാണ്. ഈ ഒരു പ്രൈസ് അല്ല ഇതിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മോഡലിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് IP68 ന്റെ റേറ്റിംഗ് കാര്യങ്ങളും ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു വെള്ളത്തിൽ മുക്കിയാലോ അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ആ ഒരു മോഡലിൽ നനഞ്ഞു കഴിഞ്ഞാലും യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. അതല്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ ഒരു ബിഗ് ബില്യൺ വരുന്ന സമയത്ത് ഗൂഗിളിൻ്റെ പിക്സൽ 6 എന്ന് പറയുന്ന മോഡലിൽ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ട് ഏകദേശം 20000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ 20000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ പിക്സൽ 6 വാങ്ങുമോ അല്ലെങ്കിൽ മോട്ടോറോളയുടെ ഈ ഒരു മോഡൽ വാങ്ങുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് മറ്റൊരു ബ്രാൻഡിൻ്റെ ഒരു മോഡലാണ് ഇഷ്ടപ്പെട്ടത്, ആ ഒരു മോഡൽ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്കിനത് 6.55 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് കർവ്ഡ് ആയുള്ള POLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളും നമുക്ക് ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഔട്ട്ഡോറും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളില്ല, നല്ലൊരു ബ്രൈറ്റ്നസും കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കിട്ടുന്നതായിരിക്കും. വളരെ നാരോ ആയിട്ടുള്ള ബെസൽസും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നാരോ ആയിട്ടുള്ള ബെസൽസ് ആണ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണാനൊന്നും കഴിയില്ല. 5000 mAh ബാറ്ററിയും അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. നിങ്ങളൊരു 0% നിന്ന് ഒരു 100% ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 50 മിനിറ്റാണ് ടോട്ടൽ എടുക്കുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ നോർമൽ യൂസേജിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ക്യാമറയൊന്നും അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാമറയൊന്നും അല്ല ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. എങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയാണ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. അതായത് 50 MB വിത്ത് വോയിസ് സപ്പോർട്ട് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മാക്രോയും ഡെപ്തും സപ്പോർട്ട് ആവുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. മീഡിയടെക്കിൻ്റെ ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മീഡിയടെക് Dimensity 7030 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. LPDDR4Xൻ്റെ റാമും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 8GB 12GB റാം വേരിയൻ്റ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. UFS 2.2ൻ്റെ സ്റ്റോറേജ് ആണ്. 128GB സ്റ്റോറേജ് വേരിയൻറ്റും 256GB സ്റ്റോറേജ് വേരിയൻറ്റും കിട്ടുന്നുണ്ട്. നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന് പറയുന്ന ആ ഒരു മോഡലിനെക്കാളും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. കാരണം വെച്ചാൽ ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളും വളരെ കുറവാണ് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ലോങ് ടൈം നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ചെറിയ ഹീറ്റ് കാര്യങ്ങളാവുന്നുണ്ട്, കാരണം വെച്ചാൽ നമ്മൾ ലോങ് ടൈം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ ചെറിയ ഒരു വാം ആവുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലോഡ് വേസും കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ കാണാനുണ്ടായില്ലായിരുന്നു. ഒരു ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല നമുക്ക് 2 വർഷത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ സൈഡിൽ നിന്ന്. ഒരു പ്രീമിയം ബിൽഡ് തന്നെയാണ് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ലെതർ ഫിനിഷാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതും നല്ലൊരു കൂൾ ലുക്കിംഗ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്ന് നമ്മൾ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ IP റേറ്റിംഗ് കാര്യങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹെഡ്ഫോൺ കുത്താനുള്ള പോർട്ടോ അല്ലെങ്കിൽ SD കാർഡിന് സ്ലോട്ടും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഏകദേശം 172 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റും കാര്യങ്ങളും വരുന്നത്. 7.9 mm തിക്നെസ് ആണ് ബോഡി മൊത്തം വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. NFC കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ 5G ബാൻഡ്സും കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ഡ്യുവൽ 5G ബാൻഡും കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തീർച്ചയായിട്ടും ഒരു വർത്തായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അതായത് ക്യാമറ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ബാക്കോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ബാക്കി നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു IP റേറ്റിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത്. നല്ലൊരു മാസീവായിട്ടുള്ള ബാറ്ററി കാര്യങ്ങളും വരുന്നുണ്ട്. 5G ബാൻഡ്സും കാര്യങ്ങളും സപ്പോർട്ട് ആവുന്നുണ്ട്. NFC ഉണ്ട്. ഹെഡ്ഫോൺ ജാക്കും അതുപോലെ SD കാർഡ് ഇടാനുള്ള സ്ലോട്ടും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഓക്കെ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ഇട്ടിരിക്കുക. നിങ്ങൾ പിക്സലിൻ്റെ മോഡൽ പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് എടുക്കുമോ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ എടുക്കുമോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും വീഡിയോയിലേക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം അതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.